ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഓഗസ്റ്റ് 3 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ എത്ര വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്? ഉത്തരം 14. ആകെയുള്ള 650-ൽ ലേബർ പാർട്ടി 412 സീറ്റുകൾ നേടി. കൺസർവേറ്റീവ് പാർട്ടി 121ഉം ലിബറൽ ഡെമോക്രാറ്റുകൾ 72 സീറ്റുകൾ നേടി. സർക്കാരിന് 2025 ജനുവരി വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക് മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസ് അടക്കം കൺസർവേറ്റീവ് കക്ഷിയിലെ പല പ്രമുഖരും തോറ്റു. ലേബർ പാർട്ടി നേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കെയർ സ്റ്റാർമർ ആണ് പുതിയ പ്രധാനമന്ത്രി. ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയാണ് സ്റ്റാർമർ. ആഞ്ചല റെയ്നർ ആണ് ഉപപ്രധാനമന്ത്രി. ധനമന്ത്രി റേച്ചൽ റീവ്സ്. ധനവകുപ്പിന്റെ 800 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ വനിതാ മന്ത്രിയാണ് റീവ്സ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇതാദ്യമായി 26 ഇന്ത്യൻ വംശജർ തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം കൈപ്പുഴയിലെ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായി. കെൻ കൗണ്ടിയിലെ ആഷ്വഡ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. റിച്ച്മണ്ട് ആൻഡ് നോർത്ത് ലേട്ടൺ മണ്ഡലത്തിൽ നിന്ന് ഋഷി സുനക് വീണ്ടും വിജയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വെള്ളക്കാരനല്ലാത്ത ആദ്യ വ്യക്തി, ആദ്യ ഇന്ത്യൻ വംശജൻ, 2 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി, ഹൈന്ദവനായ ആദ്യ പ്രധാനമന്ത്രി തുടങ്ങിയ വിശേഷണങ്ങൾക്കുടമയാണ് പഞ്ചാബിൽ കുടുംബ വേരുകളുള്ള സുനക്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിന് 2024 ജൂലൈ 1 എത്ര വർഷം തികഞ്ഞു? ഉത്തരം 75. 1949 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപവത്കൃതമായത്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം തിരുക്കൊച്ചിയുടെ തലസ്ഥാനമായി. ഇരു രാജ്യങ്ങളിലെയും ഏകോപിപ്പിക്കപ്പെട്ട നിയമസഭയും സെക്രട്ടേറിയറ്റും തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആസ്ഥാനമാക്കാൻ നിശ്ചയിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ രാജപ്രമുഖ് എന്ന പദവിയിലെത്തി. സമസ്താവകാശങ്ങളും ത്യജിക്കാൻ കൊച്ചി മഹാരാജാവ് സ്വയം സന്നദ്ധനായി. തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ ആദ്യ തിരുക്കൊച്ചി മന്ത്രിസഭ നിലവിൽ വന്നു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും തിരുക്കൊച്ചിയിലെയും മുഖ്യമന്ത്രിമാർ തുടക്കത്തിൽ പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 178 അംഗങ്ങളുണ്ടായിരുന്ന തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യ പ്രസിഡന്റ് TM വർഗീസായിരുന്നു. ഡെപ്യൂട്ടി പ്രസിഡന്റ് K കൊച്ചുകുട്ടൻ, പുതുപ്പള്ളി S കൃഷ്ണപിള്ള തിരുക്കൊച്ചി ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസായി. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ആൽബേനിയൻ സാഹിത്യകാരൻ. ഉത്തരം ഇസ്മയിൽ കാദറെ. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന എൻവർ ഹോജയുടെ ഭരണകാലത്തെ ആൽബേനിയൻ ജനതയുടെ ജീവിതം മിത്തുകളും അലങ്കാരങ്ങളും ഹാസ്യവും സന്നിവേശിപ്പിച്ചുകൊണ്ട് തന്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചു. ദ ജനറൽ ഓഫ് ദ ഡെഡ് ആർമി എന്ന നോവലിലൂടെ ലോകശ്രദ്ധ നേടി. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിക്കപ്പെട്ടത്. ഉത്തരം രവി അഗ്രവാൾ. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി. ഉത്തരം സഞ്ജന ഠാക്കൂർ. ഐശ്വര്യ റായ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ 18 മുകളിൽ പ്രായമുള്ളവരുടെ രചനയ്ക്ക് 2012 മുതൽ കോമൺവെൽത്ത് ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം നൽകുന്നത്. മുംബൈ സ്വദേശിനിയായ സഞ്ജനയ്ക്ക് 5.28 ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിക്കും. നെതർലൻഡ്സിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ഡിക് ഷോഫ്. ജാർഖണ്ഡിൽ വീണ്ടും മുഖ്യമന്ത്രിയായത്.
ഉത്തരം ഹേമന്ത് സോറൻ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED നടപടിയെ തുടർന്ന് 2024 ജനുവരി 31 ഹേമന്ത് സോറൻ രാജിവെച്ചിരുന്നു. തുടർന്ന് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി. 5 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയതോടെയാണ് ഹേമന്ത് സോറൻ പദവിയിൽ തിരിച്ചെത്തിയത്. എക്കാലത്തെയും മഹത്തരമായ തിരക്കഥകളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈന ടൗണിന്റെ തിരക്കഥാകൃത്ത് അന്തരിച്ചു. പേര്? ഉത്തരം റോബർട്ട് ടൗൺ. ചൈന ടൗൺ തിരക്കഥയ്ക്ക് 1975 ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. ദ ലാസ്റ്റ് ഡീറ്റെയിൽ, ഷാംപൂ തുടങ്ങിയവയും ശ്രദ്ധേയമായ തിരക്കഥകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന് 2024 എത്ര വർഷം തികഞ്ഞു? ഉത്തരം 80. 1944 മെയ് 13 നോവലിന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. ഏത് രാജ്യത്താണ് അടുത്തിടെ ഒരു റോബോട്ട് കുഴഞ്ഞു വീണു മരിച്ചത്? ഉത്തരം ദക്ഷിണ കൊറിയ. ജോലിഭാരമാണ് റോബോട്ടിന്റെ അകാല മരണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. 2023 നവംബറിൽ ദക്ഷിണ കൊറിയയിൽ പച്ചക്കറി നിറച്ച പെട്ടിയാണെന്ന് കരുതി റോബോട്ട് ഒരു ജീവനക്കാരനെ എടുത്തു ഞെരിച്ചതിനെ തുടർന്ന് അയാൾ മരിച്ചിരുന്നു. ദേശീയ ഡോക്ടർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 1. പ്രസിദ്ധനായ ഭീഷ്മകനും സ്വാതന്ത്ര്യസമര സേനാനിയും പശ്ചിമ ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ BC റോയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. റോയ് ജനിച്ചതും അന്തരിച്ചതും ജൂലൈ 1. ഹീലിംഗ് ഹാൻഡ്സ്, കെയറിംഗ് ഹാർട്ട്സ് എന്നതാണ് 2024 ദിനാചരണ വിഷയം. 1991 ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ഭാരത് ന്യായ് സംഹിത പ്രകാരം സംസ്ഥാനത്ത് ആദ്യ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ? ഉത്തരം കൊണ്ടോട്ടി, മലപ്പുറം. രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് മധ്യപ്രദേശിലെ ഗ്വാളിയർ ഹസീര പോലീസ് സ്റ്റേഷനിലാണ്. ഉത്തർപ്രദേശിലെ ഹാത്രസ് ജില്ലയിലെ ഫുലരി ഗ്രാമം അടുത്തിടെ വാർത്താപ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിരക്കിൽപ്പെട്ട് 121 പേർ മരിച്ചതിലൂടെ. ആൾദൈവമായ ബോലെ ബാബ ജൂലൈ 2 നടത്തിയ സത്സംഗീതത്തിനിടെയാണ് ദുരന്തം സംഭവിച്ചത്. ജയിലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലോക്സഭയിലേക്ക് മത്സരിച്ചു ജയിച്ച 2 പേർ പ്രത്യേക അനുമതിയോടെ MPമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അവർ? ഉത്തരം അമൃതപാൽ സിംഗ്, എഞ്ചിനീയർ റാഷിദ്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അമൃതപാൽ സിംഗ് അസമിലെ ഡിബ്രുഗഡ് ജയിലിലായിരുന്നു. UAPA ചുമത്തിയ കേസിൽ ഡൽഹിയിലെ തീഹാർ ജയിലിലായിരുന്നു എഞ്ചിനീയർ റാഷിദ്. ജയിലിൽ കഴിയുന്ന ഇരുവർക്കും പരോൾ അനുവദിക്കാതിരുന്നതിനാലാണ് മറ്റുള്ളവർക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ വന്നത്. കനത്ത സുരക്ഷാ അകമ്പടിയോടെ ലോക്സഭാ സ്പീക്കറുടെ ചേംബറിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ്? ഉത്തരം മസൂദ് പെസഷിക്കിയാൻ. പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സി മെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ വിജയിച്ചത്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടിയത് ഫൈനലിൽ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ നടന്ന മത്സരത്തിലാണ് രോഹിത് ശർമ്മയുടെ നായകത്വത്തിലുള്ള ഇന്ത്യ 2020 കിരീടം നേടിയത്. ഇത് 2ാം തവണയാണ് T20 ലോക കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നത്. 2007 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നായകത്വത്തിലാണ് ഇന്ത്യ ആദ്യത്തെ 2020 ലോകകപ്പ് നേടിയത്. ഇത്തവണ ടൂർണമെന്റിലെ താരമായത് ജസ്പ്രീത് ബുംറയാണ്. ഫൈനലിൽ വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദ മാച്ചായി. മലയാളിയായ സഞ്ജു സാംസണും ടീമിലുണ്ടായിരുന്നു. കപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്
BCCIയുടെ സമ്മാനമായി 125 കോടി രൂപയും ലഭിച്ചു. വിജയികൾക്ക് ICCയുടെ സമ്മാനമായി ലഭിച്ചത് ഏകദേശം 93.78 കോടി രൂപയാണ്. റണ്ണറപ്പിന് ലഭിക്കുക ഏകദേശം 10.6 കോടി രൂപയാണ്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.